സൂപ്പർ സൺഡേ ആണ്. ക്ലൈമാക്സിലേക്ക് അടുക്കുകയാണ് ഏഷ്യ കപ്പിലെ കലാശ പോരാട്ടത്തിൽ പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കി ഇന്ത്യൻ ബൗളർമാർ. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ പാകിസ്ഥാൻ അവസാന ഓവറിന്റെ ആദ്യ പന്തിൽ 146 റൺസ് എടുത്ത് പുറത്തായി. തകർപ്പൻ തുടക്കം കിട്ടിയിട്ടും പാകിസ്ഥാന് മുതലാക്കാനായില്ല. 4 വിക്കറ്റ് നേടിയ കുൽദീപ് യാദവാണ് പാക് മധ്യനിരയുടെ നടുവൊടിച്ചത്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് സോണൽ കൃഷ്ണയും ദുബായിൽ നിന്ന് സുരേഷ് വെള്ളിമുറ്റവും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം സോണലിലേക്കാണ്. സോണൽ, ആദ്യം ഒന്ന് ഭയന്നിരുന്നു, പക്ഷെ പിന്നീട് നമ്മുടെ ബൗളർമാർ അവരുടെ മികവെല്ലാം പുറത്തെടുക്കുന്നതാണ് കണ്ടത്. ഇന്ത്യക്ക് ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്ന, അനായാസം ജയിച്ച് കയറാൻ കഴിയുന്ന ഒരു ടോട്ടലാണ്. ആരാധകർക്കാകെ ചെറിയൊരു ഭയമുണ്ടായി. ഏകദേശം മികച്ച തുടക്കമായിട്ട് തന്നെ പാകിസ്ഥാൻ മുന്നോട്ട് വന്നു എന്ന് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടിയിരിക്കുന്നു. ഫർഹാൻ ആണെങ്കിലും ഫക്കാർ സമാൻ ആണെങ്കിലും മികച്ച രീതിയിൽ ഇന്ത്യൻ ബൗളർമാരെ പ്രതിരോധിച്ച് കളിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അവിടേക്കാണ് വരുൺ ചക്രവർത്തി എത്തുന്നത്. അദ്ദേഹം ഒരു രക്ഷകനായി ഇന്ത്യൻ ടീമിലേക്ക് അല്ലെങ്കിൽ കളിക്കളത്തിലേക്ക് കടന്നു വരുന്നു, ബൗൾ ചെയ്യുന്നു. 9ാമത്തെ ഓവറിൽ ആദ്യ വിക്കറ്റ് വീഴ്ത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 50 അടിച്ചു നിൽക്കുന്ന ഫർഹാനെ അവിടെ വീഴ്ത്തി പിന്നീട് അങ്ങോട്ടേക്ക് തുടർച്ചയായ പതനം, പാകിസ്ഥാന്റെ പതനം നമ്മൾ കണ്ടു. മൂന്നാമത്തെ വിക്കറ്റ് വീഴുന്നതിന് ശേഷം കാര്യമായി ക്ലച്ച് പിടിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്. അവിടെയാണ് പാകിസ്ഥാന്റെ കില്ലറായിട്ട് കുൽദീപ് മാറുന്ന കാഴ്ച. കുൽദീപ് എത്തുന്നു, തുടർച്ചയായ വിക്കറ്റുകൾ വീഴുന്ന കാഴ്ച. വരുൺ ചക്രവർത്തിക്കും അതുപോലെ തന്നെ ബുംറയ്ക്കും അക്ഷറിനും ഈ 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തുമ്പോൾ, അവരെല്ലാം തന്നെ 3 പേരും 2 വിക്കറ്റ് വീഴ്ത്തുമ്പോൾ, പക്ഷേ കളിയിലെ താരമായി മുന്നോട്ട് നിൽക്കുന്നത്, ഒരു പടി മുകളിൽ നിൽക്കുന്നത് അത് കുൽദീപ് തന്നെയാണ്. കുൽദീപ് തൻ്റെ കരുത്ത് അതാ കളിക്കളത്തിൽ കാണിക്കുന്നു. തുടർച്ചയായി വിക്കറ്റുകൾ വീഴ്ത്തുന്നു. ആദ്യഘട്ടത്തെ ആ സമ്മർദ്ദം പിന്നീട് അങ്ങോട്ട് മറികടക്കുന്ന കാഴ്ച. പാകിസ്ഥാൻ അടിപൊടി പതറുന്ന ഒരു കാഴ്ച. അത് എത്രയും മനോഹരമായിട്ടാണ് ആ ഗാലറി ആഘോഷിച്ചത് എന്നുള്ളതാണ് നമുക്ക് നോക്കി കാണേണ്ടത്. എന്തായാലും ആദ്യഘട്ടത്തിൽ മികച്ച തുടക്കം ലഭിച്ചെങ്കിലും അത് മുതലാക്കാൻ പാകിസ്ഥാൻ ടീമിന് കഴിഞ്ഞില്ല എന്നുള്ളത് നമുക്ക് തുടർച്ചയായി പറയണം. അവസാനത്തെ 33 റൺസ് അടിക്കുന്നതിനിടെ 9 വിക്കറ്റാണ് നഷ്ടമായത് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. അതിൽ 8 വിക്കറ്റും നമ്മുടെ സ്പിന്നർമാരാണ് വീഴ്ത്തിയത് എന്നുള്ളതാണ്. കാരണം സ്പിന്നർമാരാണ് ആ കളിക്കളത്തിൽ തിളങ്ങി നിന്നത് എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ബുംറയുടെ ലേക്ക് മടങ്ങി വരാം. നമുക്കിപ്പം ദുബായിൽ നിന്ന് സുരേഷ് വെള്ളിമുറ്റം കൂടി ചേരുന്നുണ്ട്. സുരേഷ്, ഇന്ത്യ പാകിസ്ഥാൻ നേർക്കുനേർ വരുമ്പോൾ സ്വാഭാവികമായും ക്രിക്കറ്റ് പ്രേമികൾക്ക് അതിലെ എൽ ക്ലാസിക്കോ മത്സരമാണ്. അവിടെ ആ ഗ്രൗണ്ടിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കാണുകയായിരുന്നു. എങ്ങനെയായിരുന്നു അവിടെ ഗ്രൗണ്ടിൽ ആ ആവേശം എങ്ങനെയായിരുന്നു സുരേഷ്? ഇപ്പൊ അല്പം മുൻപ് നമ്മളിവിടെ ഒരു വെടിക്കെട്ടിന്റെ ദൃശ്യം കണ്ടു. ഈ വെടിക്കെട്ട് പോലെ തന്നെയാണ് സ്റ്റേഡിയത്തിലെ ആളുകളുടെ മനസ്സിന്റെ ആഘോഷം, ഇന്ത്യൻ ആരാധകരുടെ. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുടക്കത്തിൽ അല്പം ഒരു പതർച്ച ഇന്ത്യൻ ഭാഗത്തുണ്ടായെങ്കിൽ അതിന്റെ ഒരു ആശങ്ക നമുക്ക് തീർച്ചയായിട്ടും ആരാധകരിലും കാണാമായിരുന്നു. പക്ഷേ അതിനുശേഷം ഒരു നീലക്കടൽ എന്ന് നമ്മൾ വെറുതെ വിശേഷിപ്പിക്കുന്നത് മാത്രമല്ല, അത്രയ്ക്കധികം ഇന്ത്യൻ ആരാധകരാണ് ഈ സ്റ്റേഡിയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഓരോ വിക്കറ്റ് പാകിസ്ഥാന്റേത് വീഴുമ്പോഴും അതിന്റെ ആവേശം, ആരവം നമുക്ക് കേൾക്കാമായിരുന്നു. ഒരു തിര തല്ലുന്നത് പോലുള്ള ആവേശമാണ് നമുക്ക് ആ സ്റ്റേഡിയത്തിൽ നിറഞ്ഞു കണ്ടത്. അത് ഏറ്റവും അവസാനം 146 റൺസിലേക്ക് പാകിസ്ഥാനെ പിടിച്ചു കെട്ടുമ്പോൾ ഉണ്ടായിട്ടുള്ള ആവേശം അതിന് ബാറ്റിംഗിലേക്ക് കൂടി മാറുകയാണ്. ആ ബാറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞു. വലിയ ആവേശം നമുക്ക് സ്റ്റേഡിയത്തിലുണ്ട്. ഇതുവരെ ഇത്രയധികം ആളുകളെ, ആരാധകരെ ഈ സ്റ്റേഡിയത്തിൽ നമ്മൾ ഈ സീസണിൽ കണ്ടിട്ടില്ല. 25,000 സീറ്റിംഗ് കപ്പാസിറ്റി, 30,000 വരെ പരമാവധി കപ്പാസിറ്റിയാണ്. അതിൽ ഈ 30,000 ഇതുവരെ തികഞ്ഞിട്ടില്ല. ഇന്നാണ് നമുക്ക് 30,000 ആളുകളും സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട്. കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിമനോഹരമായിട്ട് ആളുകൾ എല്ലാവരും തന്നെ ഇന്ത്യയുടെ പ്രകടനം ആസ്വദിക്കുകയും ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ സ്റ്റേഡിയത്തിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. പാകിസ്ഥാന് വലിയ പ്രതീക്ഷ തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് നഷ്ടമായി. പല പാകിസ്ഥാൻ ആരാധകരും ഇപ്പോൾ സ്റ്റേഡിയത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഇനി വലിയ അകലമല്ലാതെ ഇന്ത്യയുടെ വിജയം ആഘോഷിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്ത്യയുടെ ജയം. അതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. സോണൽ, ഇപ്പം ഈ ഇന്ത്യ പാക് ഇതിനു മുൻപ് 2 മത്സരങ്ങൾ കണ്ടു. അതിൽ സൂപ്പർ 4-ലൊക്കെ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. അവിടെ ഹാരിസ് റൌഫിന്റെ അതിന് ഇന്ന് ജസ്പ്രീത് ബുംറ മറുപടി കൊടുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. വിക്കറ്റ് എടുത്തതിന് ശേഷം ഒരു ഫൈറ്റർ ജെറ്റ് താഴേക്ക് പോകുന്ന ആക്ഷനൊക്കെ ബുംറ കാണിക്കുന്നത് കണ്ടു. പിന്നെ മറ്റൊരു കാര്യം, ക്യാപ്റ്റന്മാർക്ക് വേണ്ടി സെപ്പറേറ്റ് കമന്റേറ്റർമാർ വരികയാണ്. ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യൻ കമന്റേറ്ററും അതോടൊപ്പം തന്നെ പാകിസ്ഥാന് വേണ്ടി. ആ രീതിയിൽ അതൊക്കെ ഒരു വേറിട്ട കാഴ്ചയാണ്. ഇന്ത്യ പാക് മത്സരം അക്ഷരാർത്ഥത്തിൽ ഒരു ഫൈറ്റായി മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആര്യ, യുദ്ധ സമാനം എന്ന് തന്നെ നമുക്ക് ആവർത്തിച്ച് പറയേണ്ടി വരും. ആദ്യഘട്ടത്തിൽ ഈ കമന്റേറ്റർമാർ 2 പേരാണ്, രവിശാസ്ത്രിയും
അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഭാഗത്ത് അങ്ങനെ 2 പേർ വന്ന് 2 ക്യാപ്റ്റന്മാരോടും ഈ 2 പേരാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വക്കാർ യൂനിസും അതുപോലെ തന്നെ രവി ശാസ്ത്രിയും ഈ 2 പേരും ഈ ടോസിന്റെ സമയത്ത് എത്തിയ സമയം 2 ക്യാപ്റ്റന്മാരോടും ഇവർ തന്നെയാണ് അതായത് വക്കാർ യൂനിസാണ് പാക് ക്യാപ്റ്റനോട് സംസാരിക്കുന്നത്, രവി ശാസ്ത്രിയാണ് സൂര്യയോട് സംസാരിക്കുന്നത്. അത്തരത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരം ഒരു തരത്തിലേക്ക് തുടക്കം തന്നെ മാറുന്നു. പിന്നീട് യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാകുന്നു. റൌഫിന് കൃത്യമായ മറുപടി അത് ബുംറ നൽകുന്നു, ബൗൾഡാക്കുന്നു. അതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 6 റൺസിൽ റൌഫ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ബുംറ എത്തി കൃത്യമായ ബൗളിലൂടെ റൌഫിനെ പറഞ്ഞയക്കുമ്പോൾ, ബൗൾഡാക്കി പറഞ്ഞയക്കുമ്പോൾ അതിനൊരു ആവേശം, ആഹ്ലാദം നമ്മൾ കളിക്കളത്തിൽ കണ്ടതാണ്. അത് കാണികളിലും ആ സംഭവം നമ്മൾ കണ്ടതാണ്. എന്തായാലും വിവാദങ്ങൾക്ക് ഈ ഫൈനൽ മത്സരത്തിലും മാറ്റമില്ല എന്നുള്ളത് ആവർത്തിച്ച് പറയണം. ആഘോഷങ്ങൾക്കും അതിരുകടന്ന ആഘോഷമെന്ന് ഒരുപക്ഷെ പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ടാവാം. പക്ഷേ കഴിഞ്ഞ ദിവസം പാക് ക്യാപ്റ്റൻ പറഞ്ഞതുപോലെ തന്നെ പലതരത്തിലുള്ള ആഘോഷങ്ങൾ ഞങ്ങളുടെ ടീമിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവാം. അതൊക്കെ വ്യക്തിപരമാണ് എന്ന് പാക് ക്യാപ്റ്റൻ പറയുമ്പോൾ ഇവിടെ റൌഫിൻ്റെ വിക്കറ്റ് എടുത്തപ്പോൾ ബുംറയുടെ ഭാഗത്ത് നിന്നുണ്ടായതും അത്തരമൊരു ആഘോഷമാണ് എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. എന്തായാലും കളിയുടെ തുടക്കം മുതൽ തന്നെ അത് മറ്റൊരു തലത്തിലേക്ക്, യുദ്ധസമാനമായ തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ആവർത്തിച്ച് പറയേണ്ടതാണ് ആര്യ.